ഹലോ. ഇന്ന് നമ്മൾ ഒട്ടുമിക്ക ആളുകളുടെയും കാഴ്ചപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ല് ചാക്കിലാക്കുക, കയറ്റേക്കുക, പൈസ കയ്യോട് മേടിക്കുക. പക്ഷേ അങ്ങനെയൊന്നല്ല കേട്ടോ. നമ്മൾ ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള ഈ നെല്ല് നല്ല വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ കാറ്റത്തിടണം. കാറ്റത്തിടണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിര് കളയാൻ വേണ്ടിയിട്ടാണ്. പതിരൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ന്യായമായ വിലയെങ്കിലും ഈ അധ്വാനത്തിന് കിട്ടുകയുള്ളൂ. കാറ്റത്തൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചാക്കിലാക്കിയിട്ട് ഇത് നന്നായിട്ട് തുന്നി നല്ല വൃത്തിയിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ കമ്പനിക്കാർ നമ്മളുടെ നെല്ലെടുത്തുകൊണ്ട് പോവുകയുള്ളൂ. എത്രമാത്രം വലിയ ബ്രാൻഡഡ് കമ്പനിക്കാരാണ് വന്ന് നമ്മളുടെ നെല്ലെടുത്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൈസ ഒന്നും അപ്പക്കപ്പം കിട്ടുന്നില്ല. ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ എടുക്കും. ചിലപ്പോൾ അടുത്ത വർഷത്തെ കൃഷിയും കഴിഞ്ഞിട്ട് നെല്ല് കയറ്റി അയക്കുമ്പോഴാവും ഈ വർഷത്തെ കൃഷിയുടെ സബ്സിഡി കയറുന്നത്. അതങ്ങനെയാണ്. കാറ്റിനെയും വെയിലിനെയും സ്വന്തം വിശപ്പിനെ പോലും വകവെക്കാതെ കണ്ടിട്ട് സ്വന്തം കൃഷിനെ എത്രമാത്രം സംരക്ഷിക്കാൻ പറ്റും അത്രമാത്രം സംരക്ഷിച്ചിട്ടാണ് ഈ ചാക്കിൽ ഇങ്ങനെ ആക്കി കെട്ടി വെക്കുന്നത്. ഈ ഞാറിൻ്റെ തലപ്പ് കരിയണതും ഒരു നെൽക്കതിരിൻ്റെ തണ്ടൊടിയണതൊക്കെ എൻ്റെ അച്ഛൻ വളരെ സങ്കടത്തോടെ പറയുന്നതും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണമൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവരങ്ങനെയാണ്. തനിക്ക് നഷ്ടമാണ് സംഭവിക്കണമെന്നോ ഇത്ര അധ്വാനത്തിൻ്റെ കൂലി ഇപ്പം അടുത്തൊന്നും കിട്ടില്ല എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവർക്ക് അവരുടെ ആ ഒരു തൊഴിൽ ചെയ്തില്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവരത്രമാത്രം കൃഷിയെ സ്നേഹിച്ചതാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതുപോലെ തന്നെ കടത്തിൻ്റെ മേലെ കടമൊക്കെ എടുത്തിട്ടാണ് അവരിന്ന് ഈ കൃഷി ചെയ്യണതും അതുപോലത്തെ ഈ ലോകത്തെ മൊത്തം ഊട്ടുന്നതും. അവരങ്ങനെയാണ്. അവർ കൃഷിക്കാണ്ട് ലയിച്ച് ചേർന്നവരാണ്. ശരിക്കും ഞാനൊരു കർഷകൻ്റെ മകൾ എന്നുള്ള ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്.